ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിൻ്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അപ്പം അടിസ്ഥാനപരമായി സംഘപരിവാർ RSS BJP ശക്തികൾ അവർ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടി നിരന്തരമായി നടത്തുന്ന ശ്രമങ്ങളിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് നേരെയാണ്. ഏറ്റവും പരമപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ മത മേലധ്യക്ഷന്മാരെ പത്രത്തിൻ്റെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടി ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അച്ഛനും മകനും കൂടി ചേർന്ന് ഒരു വിഭാഗം ആളുകളെ അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിവാദങ്ങൾക്ക് എല്ലാം പിന്നിൽ നമുക്കറിയാം FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനിരുന്ന അമെൻമെൻറ്റാണ്. ഇന്ത്യയിലെമ്പാടും BJP നിരന്തരമായ ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച് ബില്ല് എന്ന് പറയുന്നത് ക്രൈസ്തവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ചർച്ച് ബില്ലിന് സമാനമായ FCRA അമെൻമെൻ്റാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കേരള നിയമനിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരാജയ ഭീതിയിൽ വിറളി പൂണ്ടിട്ടാണ് കോട്ടയം ജില്ലയിലെ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും കേരള കത്തോലിക്ക സഭയ്ക്കെതിരെ, മെത്രാന്മാർക്കെതിരെ, ദീപിക പത്രത്തിനെതിരെ നിരന്തരമായ അധിക്ഷേപ വർഷം ചൊരിയുന്നത്. ഏറ്റവും പരമപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ മത മേലധ്യക്ഷന്മാരെ പത്രത്തിൻ്റെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കെട്ടി ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ അച്ഛനും മകനും കൂടി ചേർന്ന് ഒരു വിഭാഗം ആളുകളെ അതിക്രൂരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കേരളത്തിലെ പൊതുസമൂഹം ഇതൊരു ജാതിയോ മതമോ ആയി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമല്ല. ഒരാളുകളും കേരളത്തിലെ പൊതുസമൂഹം ഇത് അംഗീകരിക്കില്ല. BJP സംസ്ഥാന ദേശീയ കമ്മിറ്റിയുടെ നിലപാട് ഇത് തന്നെയാണോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വിവാദങ്ങൾക്ക് എല്ലാം പിന്നിൽ നമുക്കറിയാം FCRAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനിരുന്ന അമെൻമെൻറ്റാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ചൂടിലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലും ഞാനടക്കമുള്ള MPമാരോട് പാർലമെൻറ്റിൽ എത്തിച്ചേരണമെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല വഹിക്കുന്ന ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ എത്തുകയും ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും പ്രതിപക്ഷ സംഘടനകൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും പാർലമെൻറ്റിൻ്റെ അകത്ത് സഭാ നടപടികൾ അടിയന്തര പ്രമേയം നൽകി സ്തംഭിപ്പിച്ചതിന് ശേഷം ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഇത് മാറ്റിവെക്കുന്നുവെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് അവസാനിപ്പിച്ചത്. ഞങ്ങളിത് പറയാനുള്ള കാരണം ഇന്ത്യയിലെമ്പാടും BJP നിരന്തരമായ ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനകൾ, വഖഫുമായി ബന്ധപ്പെട്ട് നടത്തിയ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 240-ലധികം വരുന്ന MPമാർ, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള MPമാർ ശക്തമായി വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തിരുന്നു. ആ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടും ദീപിക പത്രം
വ്യക്തിപരമായി എനിക്കെതിരെയും എല്ലാം എഡിറ്റോറിയൽസ് എഴുതിയിട്ടുണ്ട്. ഒരു മാധ്യമ സ്ഥാപനത്തിന് അത് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ലേ? അന്ന് വഖഫ് ഭേദഗതി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ചർച്ച് ബില്ല് വരും. ചർച്ച് ബില്ല് എന്ന് പറയുന്നത് ക്രൈസ്തവരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ചർച്ച് ബില്ലിന് സമാനമായ FCR അമെൻമെൻ്റാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അക്കാലത്ത് ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞത് ഇന്ത്യയിൽ 2.25% ക്രൈസ്തവ സമൂഹത്തിന് 30% വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കണ്ണായ ഭൂമിയും കെട്ടിടങ്ങളും അസറ്റ്സും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അടിസ്ഥാനപരമായി സംഘപരിവാർ, RSS, BJP ശക്തികൾ അവർ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാൻ വേണ്ടി നിരന്തരമായി നടത്തുന്ന ശ്രമങ്ങളിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് നേരെയാണ്. ഇത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരാജയ ഭീതി കൊണ്ടും ക്രൈസ്തവരെ ഭീഷണിപ്പെടുത്തി, മതമേലധ്യക്ഷന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഇതെല്ലാം ഇവരുടെ വല്ല തറവാട്ട് സ്വത്തുവല്ലാണ്, നിരന്തരമായ ഭീഷണി ഇവരെ പെടുത്തി. എന്നിട്ട് പറയുകയാണ്, രാജീവ് ചന്ദ്രശേഖർ ജി ഞാനും എൻ്റെ അപ്പനും ചേർന്ന് ഇടപെട്ടതുകൊണ്ട് ഇന്ന് ക്രൈസ്തവർ ഈ രാജ്യത്ത് സുരക്ഷിതരാണ്. എടോ, ഒരു രാജ്യത്ത് 60 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻ്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ സംരക്ഷിച്ച് അവർ സേഫായിരുന്നു, സെക്യൂറായിരുന്നു. എന്നാൽ FCRയിൽ വരുന്ന അമെൻമെൻറ്റോടുകൂടി ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, FCRA നിയമം അമെൻഡ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ കാലത്തും UPയുടെ കാലത്തും ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ആശങ്ക ഉണ്ടായിട്ടില്ല. കാത്തലിക്സ് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI വളരെ കൃത്യവും വ്യക്തവുമായ അവരുടെ ലെറ്റർ, അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കത്ത് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയിട്ടുണ്ട്. ഞങ്ങളും കോൺഗ്രസ് പാർട്ടിയുടെ MPമാരും നൽകിയിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന നക്സൽ ബാധിത ട്രൈബൽ മേഖലയിലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നടത്തപ്പെടുന്ന സ്കൂളുകൾ, ആതുര സേവന രംഗത്തെ സ്ഥാപനങ്ങൾ, ചാരിറ്റി ഹോംസ്, കാരുണ്യ ഭവനങ്ങൾ, മുതിർന്ന പൗരന്മാർക്ക് താമസിക്കാനുള്ള ഓൾഡ് ഏജ് ഹോമുകൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം നടത്തുന്ന ഫോറിൻ ഫണ്ട് റിസീവ് ചെയ്യുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതിൽ വരുത്തുന്ന ഭേദഗതി ആ കൺസേൺഡ് അതോറിറ്റിക്ക് എങ്ങനെ വേണമെങ്കിലും അത് റിന്യൂ ചെയ്ത് കൊടുക്കാം, റിന്യൂ ചെയ്യാതെ ഇരിക്കാം. ആ റിന്യൂവലിൽ വീഴ്ച വരുത്തിയാൽ ആ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാവുമെന്നാണ് പറയുന്നത്. 2021 ഡിസംബർ മാസത്തിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ സ്ഥാപനങ്ങൾ, കൽക്കട്ടയിൽ ആരംഭിച്ച, കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച, ഭാരത് രത്ന അവാർഡ് ലഭിച്ച അമ്മ മദർ തെരേസയുടെ സ്ഥാപനങ്ങളായ മിഷണറീസ് ഓഫ് ചാരിറ്റി അവരുടെ FCRA ലൈസൻസ് ക്യാൻസൽ ചെയ്തല്ലോ. അന്ന് ഞാൻ MP എന്നുള്ള രീതിയിൽ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. നിങ്ങൾ പറയുന്നത് ഇത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസ് തടുക്കാൻ വേണ്ടിയാണ്, നന്നായി നടക്കുന്ന സ്ഥാപനങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിലാണ് FCRA റിസീവ് ചെയ്യേണ്ട എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ അക്കൗണ്ട് തുറക്കേണ്ടത്. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലൂടെ പണം വരുന്നത് ഗവൺമെൻറ്റിന് മോണിറ്റർ ചെയ്യാം. അതെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്ന് അവർക്ക് ലീഗലൈസ്ഡ് മാനറിൽ അത് ചെക്ക് ചെയ്യാം. പക്ഷേ റിന്യൂവൽ നടന്നില്ല എങ്കിൽ, സാങ്കേതിക കാരണങ്ങളാൽ ഏതെങ്കിലും തരത്തിൽ റിന്യൂവൽ നടന്നില്ല എങ്കിൽ, അത് ഈ അതോറിറ്റിക്ക് തന്നെ അത് തടുക്കാമല്ലോ. BJP നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഇടപെട്ട് അത് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയുള്ള നിയന്ത്രണത്തിന് വിധേയമായി റിന്യൂവൽ നടത്താത്ത സ്ഥാപനങ്ങളെ ഇവരെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് വൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരമായി ക്രൈസ്തവ മിഷണറിമാരുടെ സ്ഥാപനങ്ങൾ മാറും.
ഇനി ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ. അമ്നിസ്റ്റി ഇന്ത്യ എന്ന് പറയുന്ന, ഗ്രീൻ പീസ് എന്ന് പറയുന്ന, പീപ്പിൾസ് വാച്ച് എന്ന് പറയുന്ന, ലോയേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരുപാട് NGOs ഇന്ത്യയിലെമ്പാടും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെ ഫണ്ടിങ്ങോടുകൂടി അവരുടെ സോഷ്യൽ വർക്ക് നടത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളോ ഗവൺമെൻറ്റുകളോ തദ്ദേശീയ സ്ഥാപനങ്ങളോ എത്താത്ത പലയിടങ്ങളിലും അവരുടെ സേവനം ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ലിമിറ്റ് ചെയ്യപ്പെടുകയോ അവരുടെ പ്രവർത്തനം ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയോ ചെയ്തു. അപ്പോൾ ഓൾറെഡി ഒരുപാട് നിയന്ത്രണങ്ങളുള്ള BJP സർക്കാർ തന്നെ വരുത്തിയിട്ടുള്ള അമെൻമെൻറ്റുകളും റെസ്ട്രിക്ഷൻസും നിലവിൽ നിൽക്കുമ്പോൾ FCRA കുറിച്ചിട്ടുള്ള ആശങ്കകൾ CBCIയും ക്രൈസ്തവ വിഭാഗവും രേഖപ്പെടുത്തിയതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്ത് ഒരു സ്ഥാപനത്തിന്, ഒരു സമുദായത്തിന്, ഒരു സമൂഹത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ പറയാണ്, ഞങ്ങൾ വിചാരിച്ചപ്പോൾ ഞങ്ങൾ ഇടപെട്ട് ഇത് ഇപ്പോൾ മാറ്റി വച്ചിരിക്കുക, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. എടോ, നിലവിൽ നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിങ്ങളതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കൊണ്ടുവന്നിട്ട് ആ നിയന്ത്രണം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല, അത് ഏർപ്പെടുത്തില്ല, അത് മാറ്റിവെച്ചു, ചർച്ച ചെയ്യും. എന്തിനാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ കഴിഞ്ഞ വർഷം എത്ര കന്യാസ്ത്രീമാരെയാണ്, എത്ര പുരോഹിതരെയാണ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആക്രമിക്കപ്പെട്ടത്, എത്ര പള്ളികളിലാണ് കുർബാന നടത്താനും ക്രിസ്മസ് ആരാധന നടത്താനും സാധിക്കാതെ പോയത്. അവിടെയെല്ലാം BJP അപ്പോൾ തന്നെ കുറച്ച് ആളുകൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവും, അവിടെ പോയി ചന്ദ്രശേഖർ ജിയെ കാണും, അവിടെ പോയി കിരൺ റിജ്ജു ജിയെ കാണും, എന്നിട്ട് നന്ദി മോദി എന്ന് പറയുന്നൊരു പരിപാടി ഇവിടെ നടത്തും. എന്തൊരു പ്രഹസനമാണോ ആ സിനിമയിൽ പറയുന്ന പോലെ? എന്തൊരു പ്രഹസനമാണ് എൻ്റെ സജി. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെയും മാധ്യമ സ്ഥാപനങ്ങളെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഏത് വിധേനയും ഞങ്ങൾ അവർക്ക് സംരക്ഷണം നൽകും. ഒരു കാരണവശാലും ഈ ഗുണ്ടായിസം, ഈ വേട്ട അനുവദിക്കില്ല. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത്, ശ്രീ ഷോൺ ജോർജ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഉപയോഗിച്ച ഭാഷ നമ്മളെന്തായാലും ഇവിടെ മൈക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ കാര്യം, ദീപിക പത്രം എന്ന് പറയുന്നത് സഭയുടെ പത്രമല്ല, സഭയുടെ അഭിപ്രായമല്ല. അവിടെ ഒരുപാട് പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, സാന്റാ മോണിക്കയുണ്ട്, പ്രൈവറ്റ് പണം മുടക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന വകുപ്പുകൾ അവർക്ക് പരസ്യം കൊടുക്കുന്നുണ്ട്. എല്ലാ പത്രങ്ങൾക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമങ്ങളിലും, എല്ലാ വിഷ്വൽ മീഡിയയിലും പ്രിൻ്റ് മീഡിയയിലും ഒക്കെ തെലുങ്കാനയുടെയും കർണാടകയുടെ ഒക്കെ പരസ്യം വന്നിട്ടുണ്ട്. ഞങ്ങളതൊന്നും നിഷേധിച്ചിട്ടില്ലല്ലോ. അത് വെച്ചിട്ട് പറയാണ് ഞങ്ങൾ അവരെ വേട്ടയാടുമെന്നുള്ള ഭീഷണി നടത്തുകയാണ്. അതായത് ദീപിക പത്രത്തിൽ പരസ്യം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിൽ ഷെയറുള്ള അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അവരെ ഞങ്ങൾ EDയെയും CBIയെയും കൊണ്ട് ഭീഷണിപ്പെടുത്തും എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഒരു പാർട്ടി ദേശീയ തലത്തിൽ അധികാരമുണ്ട് എന്ന് വെച്ച് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും അവരെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഇനി കേരളം കൈകെട്ടി നോക്കി നിൽക്കില്ല. ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എവിടെയെല്ലാം കേരളത്തിൽ മുസ്ലിം ക്രൈസ്തവ വിഭജനവും സംഘർഷവും ഉണ്ടാക്കാൻ സാധിക്കുമോ, വർഗീയ പരത്താൻ സാധിക്കുമോ, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വർഗീയവാദിയാണ് ശ്രീ ഷോൺ ജോർജും ശ്രീ PC ജോർജും. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളെയും മുസ്ലിം വിഭാഗങ്ങളെയും അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ BJPയിൽ നിന്ന് ഏറ്റെടുത്തിട്ട് 2 സീറ്റ് അസംബ്ലിയിൽ മേടിച്ച് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി നടക്കുന്ന ഇവന്മാരെയൊന്നും വെച്ചു പൊറപ്പിക്കാൻ കേരള സമൂഹം തയ്യാറാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷോൺ ജോർജും PC ജോർജും എങ്ങനെയാണ് കേരളത്തിൽ BJPയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? ഈ പിതാക്കന്മാരുടെ കാല് പിടിച്ച് അവരെ ഡൽഹിയിൽ മോദിയുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുടെ വിരുന്ന്
ക്രിസ്മസ് വിരുന്നിൽ എത്തിക്കുക, ഇതാണ് ജോലി. ഇവരെ എത്തിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കാണിച്ച് ഇവരുടെ തലയെണ്ണി ആ ആനുകൂല്യങ്ങൾ പറ്റുക, എന്നിട്ട് ഇവരെ തെറി വിളിക്കുക. എടോ, ബിഷപ്പുമാരെ മുഴുവൻ ഡൽഹിയിൽ എത്തിച്ച് പ്രധാനമന്ത്രിയെ അമിത്ഷായും കാണിച്ച് എന്ത് കാര്യം നിങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ കുറേ നേരമായിട്ട് കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എവറി മൈനോറിറ്റി ഇൻ ദിസ് കൺട്രി വാസ് സേഫ് ആൻഡ് സെക്യൂർ അണ്ടർ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് UPA റൂൾ. ആർക്കും ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല. വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്ഥാപനവും ഈ FCRA പരിധിയിൽ വരുന്നതാണ്. എല്ലാവർക്കും ആശങ്കയുണ്ട്. ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിൻ്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഇത് കേരളത്തിലെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂർ സംഘർഷബാധിത പ്രദേശത്ത് ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യ മാസം തന്നെ പോയിരുന്നു. അവിടെ സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന 1984 തുടങ്ങിയൊരു സ്ഥാപനമുണ്ട്. ഇംഫാൽ നഗരത്തിൻ്റെ നടുക്കാണ് മണിപ്പൂർ. അവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. കണ്ണായ ഭൂമിയാണ്. നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് എടുത്ത് നോക്കിക്കോ, യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, എത്ര ഏക്കർ ഭൂമിയിലാണിത്? എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫണേജസും വെൽഫെയർ സെൻ്ററുകളും സെമിനാരികളും എല്ലാം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ എല്ലാം കണ്ണായ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് RSSൻ്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ എന്ത് കാലിട്ടടിച്ചാലും അടിസ്ഥാനപരമായ അവരുടെ RSS ഐഡിയോളജിയിലേക്ക് മുസ്ലിം വിഭാഗത്തിന് ശേഷം ക്രൈസ്തവ വിഭാഗമാണ് എന്ന് ഓർത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഇവിടെ ഇവന്മാരിട്ട് വായിട്ട് അലച്ചാലൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു നന്ദി മോദി എന്ന് പറഞ്ഞിവിടെ പരിപാടി നടത്തിയല്ലോ. അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? മുനമ്പത്തെ ജനതയ്ക്ക് നീതി കൊടുക്കാൻ പറ്റിയോ? ഞങ്ങൾ പറഞ്ഞല്ലോ, വഖഫ് ബില്ല് വേറെയാണ്, മുനമ്പം ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ചതാണ്. അണ്ടർ വാട്ട് പ്രൊവിഷൻ, അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവൈസോ ഈസ് ദ മുനമ്പം പീപ്പിൾ ഗോയിങ് ടു ഗെറ്റ് ലാൻഡ് എന്ന് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞില്ല. കിരൺ റിഡ്ജു മറുപടി പറഞ്ഞില്ല. ഇവിടെ വന്ന് അബദ്ധം പറഞ്ഞു, അത് കഴിഞ്ഞ് അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ചക്കകം റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഞാൻ പറഞ്ഞു, വിൽ ദേ ഹാവ് ടു ഫൈറ്റ് ദ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്സ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങി നടക്കണോ എന്ന് ചോദിച്ചു. ഈ നിയമം ഉണ്ടെങ്കിൽ ഇത് കിട്ടും എന്ന് പറഞ്ഞു. ശ്രീ VD സതീശൻ അതിനെ സംബന്ധിച്ച് കൃത്യമായ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിൻ്റെ കാരണം BJP എന്ന് പറയുന്നത്, കേരളത്തിൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തല്ലിപ്പിക്കുക എന്നുള്ളതാണ്. അത് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും. FCRA ഭേദഗതിയോടുകൂടി കുറേ ആളുകൾക്കെങ്കിലും അത് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇവർ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇവരെ വരുതിക്ക് വരുത്തി FCRA കിട്ടുന്ന മുഴുവൻ ആൾക്കാരെ ഡൽഹിയിൽ അമിത്ഷായുടെ ഓഫീസിൽ വിളിച്ച് വരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ കരുണയിലാണ് ഇത് തരുന്നത്. ഇത്രയും നാൾ കോൺഗ്രസും UPയും ഭരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇറ്റ് വാസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഇറ്റ് ഈസ് ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അവരുടെ മൗലികമായ അവകാശമല്ലേ. അപ്പോൾ അത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ EDയെ കൊണ്ടുവരും, CBIയെ കൊണ്ടുവരും, ഇൻവെസ്റ്ററെ വേട്ടയാടും, അതൊന്നും നടക്കില്ല. അതൊക്കെ കയ്യിൽ വെച്ചാൽ KC വേണുഗോപാലാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞത് KC വേണുഗോപാലാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എനിക്കെതിരെ ആർട്ടിക്കിളും
എഡിറ്റോറിയലും വരില്ലല്ലോ. മുനമ്പം വിഷയത്തിൽ എനിക്കെതിരെ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെന്നേ, എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് പേര് വെച്ചിട്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെലങ്കാന സ്റ്റേറ്റിൻ്റെ പരസ്യം ഒരുപാട് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. വിഷ്വൽസിനും കിട്ടിയിട്ടുണ്ട്, പ്രിൻറ്റിനും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് എല്ലാത്തും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ തെറ്റെന്താ? ഞങ്ങൾ പബ്ലിക്കിൻ്റെ, കേരളത്തിലെ പൊതുജനങ്ങളുടെ പണം അപഹരിച്ച് ഞങ്ങൾ CPMൻ്റെ പരസ്യവും പിണറായി വിജയൻ്റെ പരസ്യവും കൊടുത്തില്ലല്ലോ. വളരെ കൃത്യവും വ്യക്തവുമായി KC വേണുഗോപാലിൻ്റെ ഇടപെടൽ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ കർണാടകയിലും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ തെലങ്കാനയിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളതിൽ മറച്ചു വയ്ക്കുന്ന കാര്യം എന്താ? അപ്രിയമായ സത്യങ്ങൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തിന് അത് പറയാതിരിക്കാൻ സാധിക്കും. FCRA എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി നിറഞ്ഞ ന്യൂനപക്ഷങ്ങളെ, ക്രൈസ്തവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നിയമമാണ്. അതിപ്പോഴും വിഡ്രോ ചെയ്തെന്ന് പറയുന്നല്ലോ, മാറ്റിവെച്ചെന്നല്ലേ പറയുന്നുള്ളൂ, ചർച്ച ചെയ്യാമെന്നല്ലേ പറയുന്നുള്ളൂ. CBCI അയച്ച കത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി അവർ കാര്യങ്ങൾ പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ പഠിച്ചു പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി എഴുതുന്നതാണെന്നൊക്കെ അവർ അടിയന്തരാവസ്ഥയിൽ മുഖപ്രസംഗം ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നല്ലോ. എങ്ങനെ കോൺഗ്രസ് പത്രമാകുന്നു? ദീപികയാണോ വീക്ഷണമാണോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വിഷയാസ്പദമായി ഇഷ്യൂസിനെ റിലേറ്റ് ചെയ്ത് ഒരു പത്രം, മലയോര കർഷകർക്ക് വലിയ സ്വാധീനമുള്ളൊരു പത്രം, ആ വിഷയങ്ങൾ അവരെ ഏറ്റെടുക്കുന്നതിൽ എന്താ തെറ്റെന്നേ? അത് ഞങ്ങൾക്കെതിരെയും നിരന്തരം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ്സിനെതിരെയും പറഞ്ഞിട്ടുണ്ടെന്നേ. ഞാൻ കാണിച്ചു തരാമല്ലോ, ഞാൻ ആ ഡേറ്റ് ഓർക്കുന്നില്ല, ഞാൻ വരുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഓർത്താ. എല്ലാവർക്കും എതിരെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിന് FCRAയിൽ ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അത് കത്തോലിക്ക സഭ മാത്രമല്ല, എല്ലാ ക്രൈസ്തവ വിഭാഗം മേലധ്യക്ഷന്മാരും അതിൽ വിശ്വസിക്കുന്ന ആളുകളും അതിലുണ്ട്. അതിലില്ലാത്ത ആൾക്കാരും ഉണ്ടാവും കേട്ടോ, അതിൽ ആശങ്കയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. ആശങ്കയുള്ള ആൾക്കാരെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞു. അത് റീത്ത് വ്യത്യാസമില്ലാതെ, സഭ വ്യത്യാസമില്ലാതെ, കത്തോലിക്കരെന്നോ നോൺ കാത്തലിക്സെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ മതവിഭാഗക്കാരും ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാനതിൻ്റെ ടെക്നിക്കാലിറ്റീസ് എല്ലാം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണത് എതിർക്കപ്പെടേണ്ടത്, എന്തുകൊണ്ടാണ് അത് ആ അമെൻമെൻറ്റ് വരാതിരിക്കേണ്ടതിൻ്റെ, അത് ചർച്ച ചെയ്യല്ല, അത് വിഡ്രോ ചെയ്യാൻ തയ്യാറാവണം. BJP സർക്കാർ അത് വിഡ്രോ ചെയ്യാൻ തയ്യാറാവണം. ഈ വരട്ടും ഈ വേട്ടയാടലും BJPയെ കണ്ടുകൊണ്ട് നടത്തണ്ട. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ കോട്ടയിൽ വല്ലതും മേടിക്കാനുള്ളത് മേടിച്ചോട്ടെ, അല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിയുമ്പോൾ ആ ഒരു ആശങ്ക ഉണ്ടാകും, ആ ഒരു ഭീതിയിൽ വന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കരുതുന്നുള്ളൂ. പിന്നെ PC ജോർജ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ പാലക്കാട് പോയി, ആലപ്പുഴയിൽ പോയി, പല സ്ഥലങ്ങളിലും പോയി, ഞാൻ മനസ്സിലാക്കിയതിടത്തോളം കോൺഗ്രസ്സിന് UDFന് വ്യക്തമായ ഒരു മേൽക്കൈയുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ഇതിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. എറണാകുളം ജില്ലയിൽ ഒരു ക്ലീൻ സ്വീപ്പായിരിക്കും.